കേരളം ഇന്ന് വോട്ട് ചെയ്യുകയാണ്. എന്തുകൊണ്ട് കോൺഗ്രസ് അല്ലെങ്കിൽ UDF ജയിക്കണം എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ല, ഭാഗവുമല്ല, ഒരിക്കലും ആയിട്ടില്ല. പക്ഷേ ബെറ്റർ ഏത് ഓപ്ഷൻ ആണെന്ന് നോക്കുകയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കോൺഗ്രസിന് വോട്ട് ചെയ്യാനുള്ള പ്രധാന കാരണം CPM-കാർ നമ്മളോട് വോട്ട് ചോദിച്ചു, നമ്മൾ അവർക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ അവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു ചെറിയ ചൊറിച്ചിലാണ്, നിങ്ങളൊക്കെ വർഗ ശത്രുക്കളാണ് എന്ന് പറയുന്നൊരു ഭാവമാണ്. BJP-കാർക്ക് വോട്ട് ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ വീണ്ടും നമ്മളെ കാണുമ്പോൾ അവർക്കൊരു ഭാവമാണ്, നീയൊക്കെ ദേശദ്രോഹികളാണ്, രാജ്യവിരുദ്ധരാണ് എന്ന് പറയുന്ന ഭാവമാണ്. പക്ഷെ കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ അടുത്ത തവണ അവർ വീണ്ടും വന്ന് ചോദിക്കും. അതാണ് ജനാധിപത്യത്തിലെ അടിസ്ഥാന മര്യാദ. ഇതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് പാർട്ടികൾക്കായി വ്യക്തികളെ നോക്കി, ആ വർഷത്തെ വിഷയങ്ങൾ നോക്കി മാറി മാറി വോട്ട് ചെയ്തിട്ടുള്ള ഒരു സാധാരണ മലയാളിയാണ്. പക്ഷെ ഇത്തവണ കോൺഗ്രസ് ആണ് ജയിക്കേണ്ടത്. നല്ല കമ്മ്യൂണിസ്റ്റുകാരും നല്ല BJP-കാരും കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഇത്തവണത്തെ അഭിപ്രായം. കാര്യം ഒരിക്കൽ കൂടെ CPM വരികയാണെങ്കിൽ അത് CPM-ന് ദോഷം ചെയ്യും. ഭരണത്തിന്റെ ധാർഷ്ട്യവും അഹങ്കാരവും CPM-നെ ബാധിച്ചിട്ടുണ്ട് എന്ന് നല്ല CPM-കാർക്കടക്കം എല്ലാവർക്കും അറിയാം. നല്ല ഇടതുപക്ഷക്കാരായ കവി സച്ചിദാനന്ദനടക്കം എല്ലാവരും ആദരിക്കുന്ന മതേതരത്വത്തിന്റെ കാവലാളായി നിൽക്കുന്ന കൂർലോസ് തിരുമേനി അടക്കമുള്ള ഒരുപാട് പേർ ഇത്തവണ CPM അല്ല ജയിക്കേണ്ടത്. കാര്യം ഒരിക്കൽ കൂടെ ജയിച്ചാൽ അത് CPM-ന് തന്നെ ദോഷം ചെയ്യും. കാര്യം നമുക്ക് വെസ്റ്റ് ബംഗാളിലെ അവസ്ഥ അറിയാം. നിരന്തരമായി ഭരിച്ചുകൊണ്ട് വെസ്റ്റ് ബംഗാളിൽ CPM നശിച്ച കോൺഗ്രസ് 3 തവണ ഡൽഹി ഭരിച്ചതാണ്. ഡൽഹിയുടെ അമ്മയാണെന്നാണ് ഷീലാ ദീക്ഷിത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. 3 തവണ അടുപ്പിച്ച് ഭരിച്ച കോൺഗ്രസ് ഇന്ന് ഡൽഹിയിൽ പൂജ്യമാണ്. കാര്യം ഒരു പാർട്ടിയും അങ്ങനെ കണ്ടിന്യൂസ്ലി ഭരിക്കുന്ന ഒരു നാടിന് ഗുണമുണ്ടാകില്ല. പവർ ഇംബാലൻസ് ഉണ്ടാകും, അവർക്ക് ധാർഷ്ട്യം ഉണ്ടാകും, അഹങ്കാരം ഉണ്ടാകും. പാർട്ടികൾ മാറി മാറി ഭരിക്കുന്നതാണ് നമ്മൾ ജനങ്ങളെ വില വെക്കാൻ കാരണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തവണ CPM-ന് ഭരണമാറ്റം ഉണ്ടാകണം. ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാനൊരു ഹിന്ദു എന്ന നിലയിൽ, വിശ്വാസി എന്ന നിലയിൽ ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ, മുമ്പ് ശബരിമലയിലെ യുവതി പ്രവേശനം, ഇന്ന് CPM-ന്റെ നിലപാടൊക്കെ മാറ്റി, സ്വാഗതാർഹമായ കാര്യമാണ്. അപ്പൊ തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കി അടച്ചു. ഇതൊക്കെ CPM ആയതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ CPM-ന് അങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്ട്രാൻഡ് ഓഫ് ആന്റി ഹിന്ദു അല്ലെങ്കിൽ ആന്റി ഹിന്ദു നേച്ചർ, ഒരു ഹിന്ദു വിരുദ്ധത ചിലപ്പോഴെങ്കിലും ഉണ്ട്. എന്റെ തമാശ, CPM-ലെ 80% ഹിന്ദുക്കളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ് ഹിന്ദുക്കളെ ഒന്ന് കൊച്ചാക്കാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന സത്യം. ഇതേപോലെ തിരിച്ച് BJP പലപ്പോഴും മുസ്ലിം ക്രിസ്ത്യാനികളെ ദ്രോഹിക്കാറുണ്ട്. ക്രിസ്ത്യാനികളെ കേരളത്തിൽ ദ്രോഹിക്കാറില്ല. കാര്യം കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ട് സ്ട്രോങ് ആയതുകൊണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ പലപ്പോഴും ദ്രോഹിക്കുന്ന അറിയാം. അപ്പൊ ഒരു മതസൗഹാർദ്ദം എന്ന നിലയിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ നല്ലതാണ്. കോൺഗ്രസിനും കോൺഗ്രസിൻ്റെതായ ദൗർബല്യങ്ങളും പോരായ്മകളും ഒക്കെ ഉണ്ട്, സംശയമൊന്നുമില്ല. കോൺഗ്രസ് ഒരു കേഡർ പാർട്ടി ഒന്നുമല്ല, സെൻട്രലൈസ്ഡ് സ്വഭാവമില്ല പലപ്പോഴും. പക്ഷെ മെച്ചം കോൺഗ്രസ്സാണ്. BJP നല്ല രീതിയിൽ കേരളത്തിൽ സംഘടിതമായി ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ BJP പലപ്പോഴും ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്ക്, വിശിഷ്യ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് ദ്രോഹം ചെയ്യും. ഒരു കാര്യമില്ലാതെ ദ്രോഹം ചെയ്യുന്നതാണ് സത്യം. അത് മറ്റൊരു വിഷയമാണ്. അതായത് ഒരു കാര്യവുമില്ലാതെ മുസ്ലിം സഹോദരങ്ങളെ അരികവൽക്കരിക്കാനും അപരവൽക്കരിക്കാനും മാർജിനലൈസ് ചെയ്യാനും അവർ നോക്കും. അത് ഈ ഹിന്ദു ആത്മീയ ശൂന്യതയിൽ നിന്ന് വരുന്നതാണ്. ആരെങ്കിലും അപ്പുറത്തൊരു ശത്രു വേണമെന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിന്ന് വരുന്നതാണ്. നോർത്ത് ഇന്ത്യയിൽ പലപ്പോഴും ക്രിസ്ത്യാനികളോട് ഇത് ചെയ്യും. FCRA അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ഇതാ ചെയ്യുന്നത്. ഇതിന്റെ തമാശ, ഇത് BJP-ലെ വിവരമുള്ള ആൾക്കാർക്കും അറിയാം. ഈ FCRA പോലുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഒരു ഗുണവുമില്ല, പകരം ദ്രോഹം മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനികൾക്കും ബാക്കിയുള്ളവർക്കും. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഗ്യാസ് ലൈറ്റ് ചെയ്യുകയാണ്. ഗ്യാസ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ കള്ളങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ് ഉള്ള സത്യത്തെ മറക്കുകയാണ്. അപ്പോൾ ഈ FCRA അടക്കമുള്ള, ഇനി BJP-കാരോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് മുസ്ലിം സ്നേഹമാണ്, അബ്ദുൽ കലാമിനെ ഞങ്ങളാണ് പ്രസിഡന്റ് ആക്കിയതെന്നൊക്കെ പറയും. അബ്ദുൽ കലാമിനെ വാജ്പേയിജിയാണ് പ്രസിഡന്റ് ആക്കിയത്, സംശയമൊന്നുമില്ല. പക്ഷേ BJP-ക്ക് മുസ്ലിം വിരോധം ഉണ്ടെന്ന് നമുക്കെല്ലാം അറിയുന്ന കാര്യമല്ലേ. ഇനി അത് മറച്ചു വെച്ചിട്ട് എന്താ കാര്യം? അതിൽ ഒരു അബ്ദുള്ള കുട്ടി സാർ ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ 3-4 ടോക്കൺ ആളുണ്ടായിട്ട് കാര്യമില്ല. പലപ്പോഴും CPM-ന് ഹിന്ദു വിരോധം, വിശിഷ്യ ഹിന്ദു മുന്നോക്ക വിഭാഗങ്ങൾ, ഹിന്ദു അപ്പർ കാസ്റ്റിനോടുള്ള വിരോധം ഉള്ളതുപോലെ, ബ്രാഹ്മണരോട് ഇംപ്ലിസിറ്റായ വിരോധം ഉള്ളതുപോലെ. അപ്പൊ അവര് പറയും, കണ്ടോ ഞങ്ങളാണ് ബ്രാഹ്മൺ മുഖ്യമന്ത്രി EMS-നെ ആക്കിയെന്ന്. ഇല്ലെന്ന് പറയുന്നില്ല, അതൊക്കെ സത്യമാണ്. പക്ഷെ പലപ്പോഴും അവരുടെ ചിന്താധാരയിൽ ഈ മുന്നോക്ക ഹിന്ദു വിഭാഗങ്ങളോടൊരു എതിർപ്പുണ്ട്. ഇതേപോലെ BJP-ക്ക് മുസ്ലിം വിഭാഗങ്ങളോടും ക്രിസ്ത്യൻ വിഭാഗങ്ങളോടും എതിർപ്പുണ്ട്. കോൺഗ്രസ് ആകുമ്പോൾ വ്യത്യസ്ത പവർ സെന്റേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് കോൺഗ്രസ്സുകാരെ ചീത്ത വിളിച്ചാലും അവർ തിരിച്ചൊന്നും പറയില്ല, കേട്ടുകൊണ്ടിരിക്കും. കാര്യം എപ്പോഴും അവർക്ക് ജനങ്ങളെ പേടിയാണ്. ജനങ്ങളോടൊരു ഫിയറിന്റെ എലിമെന്റ് ഉണ്ട്. ജനങ്ങൾ തങ്ങൾക്കെതിരെ തിരിയുമോ എന്ന ഇതുണ്ട്. വളരെ തിൻ ലൈനിലാണ് നിൽക്കുന്നത്. അതാണ് ജനാധിപത്യത്തിന് നല്ലത്. അതുകൊണ്ടാണ് കോൺഗ്രസ് ജയിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും സ്പേസ് കിട്ടും. ഇപ്പൊ ശ്രീ പിണറായി വിജയനെതിരെ ഏതെങ്കിലും രീതിയിൽ പറഞ്ഞാൽ അവർ പ്രതികാരം മനസ്സിൽ വെച്ചിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ശരിയായില്ല, എടോ വിജയ എന്ന് വിളിച്ചതെന്ന മനസ്സിൽ പ്രതികാരം വെച്ചിരിക്കും. എന്നിട്ട് 3 വർഷം കഴിഞ്ഞ് വേറൊരു കള്ളക്കേസ് വരുമ്പോൾ അതിൻ്റെ കൂടെ 2 എക്സ്ട്രാ കള്ളക്കേസും കൂടി ഇടാനുള്ള ഒരു മനസ്സുണ്ടാവും. അപ്പോൾ ദ്രോഹിക്കാത്ത രീതിയിൽ എല്ലാവരെയും മുമ്പോട്ട് കൊണ്ടുപോകാൻ UDF-ന് സാധിക്കും. നമ്മുടെ നാട്ടിൽ 50-55% ഹിന്ദുക്കളാണ്, 17-19% ക്രിസ്ത്യാനികളാണ്, 27-29% മുസ്ലിങ്ങളാണ്. എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാകണം. അതാണ് രാഷ്ട്രീയം. അതിനോടൊപ്പം വികസനം വേണം, ഒരുമ വേണം, ഐക്യം വേണം.
അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് UDF ജയിക്കട്ടെ എന്നുള്ളതാണ് എന്റെ പക്ഷം. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, നമുക്ക് നോക്കാം. ഇനിയും ഇതിനോട് അഭിപ്രായം യോജിക്കാത്തതിനോടും വിരോധമൊന്നുമില്ല. അപ്പൊ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? ആര് ജയിക്കുന്നതാണ് കേരളത്തിന് നല്ലത്? കേരള വികസനം, വളർച്ച പോലുള്ള കാര്യങ്ങൾ. കോൺഗ്രസിൽ ഒരുപാട് നല്ല നേതാക്കളുണ്ട്. ഇപ്പം CPM എടുത്തു പറയാൻ 1-2 നേതാക്കളെ ഉള്ളൂ. ഇവിടെ പിണറായി വിജയൻ സഖാവിനെ പോലെ, ഗോവിന്ദ മാഷിനെ പോലെ. BJPയിലും അതേപോലെ രാജീവ് ചന്ദ്രശേഖർജിയെ പോലെ, ശോഭാ സുരേന്ദ്രൻജിയെ പോലെ ഒരുപാട് എന്താ പറയണേ പവറുള്ള നേതാക്കളുണ്ട്. പക്ഷെ കോൺഗ്രസിൽ ഒരുപാട് നല്ല നേതാക്കളുണ്ട്. രമേശ് ചെന്നിത്തലജിയും VD സതീശൻജിയും ശ്രീ ശശി തരൂർ KC വേണുഗോപാൽ സാറും അടക്കം, ശ്രീ K മുരളീധരൻ അടക്കം, ഒരുപാട് ശ്രീ ഷാഫി പറമ്പിൽ അടക്കം ഒരുപാട് പ്രതിഭയുള്ള നേതാക്കളുണ്ട്. അപ്പോ ആ നേതാക്കളിലൂടെ നമ്മളെ നയിക്കാൻ കഴിയട്ടെ എന്നാണ് എന്റെ അഭിപ്രായം. ഇനി നിങ്ങളുടെ അഭിപ്രായം വേറെയാണെങ്കിൽ യാതൊരു വിരോധവുമില്ല. നമ്മൾ നാളെയും വേറൊരു വിഷയത്തിൽ കാണും. അവിടെയാണ് ബഹുമാന പുരസരം വിയോജിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ആര് ജയിക്കാനാണ് ആഗ്രഹം? എന്തുകൊണ്ട്? BJP ആണോ, കോൺഗ്രസ് ആണോ, CPM ആണോ? അതറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. കമന്റ് ചെയ്യുക.